ആലത്തൂർ താലൂക്ക് ഓഫീസിൽ വികസന സമിതി യോഗം ചേർന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. വികസന സമിതി യോഗത്തിൽ വെച്ച് നവീകരിച്ച മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം, ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അധ്യക്ഷന്മാർക്ക് യാത്രയയപ്പ് എന്നിവയും സംഘടിപ്പിച്ചു. താലൂക്ക് ഹാളിൽ ചേർന്ന പരിപാടി KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ഒരു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ ഒരു അടയാളം എന്ന് പറയും. അവർക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ചെലവഴിക്കാം. ആ തുക ചെലവഴിച്ച് ബില്ല് അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല എന്നുള്ള നിലയ്ക്ക് വിവിധ സർക്കാർ ഓഫീസുകളുടെ ചില നവീകരണത്തിൽ അവർ അത് ചെലവഴിച്ച് പോകും. പക്ഷെ അത് അതിഗംഭീരമായി ഇവിടെ അത് നിർവഹിച്ച PWD ബിൽഡിംഗ് വിഭാഗത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. രണ്ട് പ്രധാന ചുമതലക്കാർ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികളായ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ നമ്മൾ ഇന്ന് ആദരിക്കുക. അതും ഒരു അപൂർവമായ ചടങ്ങാണ്. സാധാരണ നിലയ്ക്ക് അത് തഹസിൽദാരോട് സൂചിപ്പിച്ചല്ലോ. നമ്മുടെ താലൂക്ക് വികസന സമിതികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ സർക്കാർ എന്താണോ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കാഴ്ചപ്പാടൊന്നുമല്ല താലൂക്ക് വികസന സമിതിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഒരു പൊതുവായ ട്രെൻഡാണ്. പലരും ധരിക്കുന്നത് അത്തരം താലൂക്ക് വികസന സമിതിയിൽ വന്ന് ആക്ഷേപങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ദൈനംദിന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ എന്തെങ്കിലും വർത്തമാനം പറയുകയോ തട്ടിക്കയറുകയോ ഉദ്യോഗസ്ഥരെ ചീത്ത പറയുകയോ പരസ്പരം അല്ലെങ്കിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിൽ അങ്ങനെ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്തു പോകുന്ന ഒരു വേദി. അങ്ങനെ ഒരു വേദിയായിട്ടാണ് താലൂക്ക് സഭകളായിരുന്നു നേരത്തെ. വികസന സമിതിയായിട്ടും അതിൽ വലിയ മാറ്റമൊന്നും ഇല്ലാത്ത നിലയിലാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ T. അടുത്ത തേങ്കുരിശി ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തഹസിൽദാർ K. ശരവണൻ അധ്യക്ഷനായി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് പരിധിയിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.